CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. MDMA കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഖാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം. കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയായ മണലി സ്വദേശിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. കഞ്ചാവ് സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതിനുമെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയായ മണലി മേലേത്തലയ്ക്കൽ വീട്ടിൽ സുനിൽ ദത്തിന്റെ ആസ്തികളാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. ചാവക്കാട് മണത്തലയിൽ മരം കയറ്റി വന്ന ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്ക്. കണ്ണൂർ സ്വദേശി മോഹനാണ് പരിക്കേറ്റത്. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മെഗാ ജോബ് ഫെയർ ഏപ്രിൽ 26 നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു. KP വത്സലൻ രക്തസാക്ഷി ദിനത്തിൽ ഒറ്റൈനി രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ 19ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് നഗരസഭയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ വാഹനത്തിൽ നിന്ന് ചോർന്ന എഞ്ചിൻ ഓയിലിൽ തെന്നിവീണ് ഇരുചക്രവാഹന യാത്രികനായ യുവാവിനെ പരിക്കേറ്റു. തലക്കോട്ടുകര ഞാലിൽ കൃഷ്ണൻ മകൻ സന്തോഷിനാണ് പരിക്കേറ്റത്. കുന്നംകുളം പ്രസ് ക്ലബ് മാധ്യമ പുരസ്കാരം TD ഫ്രാൻസിസിനും ഷാരിമ രാജനും ലഭിക്കും. ഇക്കുറി മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ സജ്ജമാക്കിയ മാലിന്യ ശേഖരണത്തിനുള്ള പുതിയ ട്രാക്ടറിന്റെയും ഓട്ടോയുടെയും ഫ്ളാഗ് ഓഫ് നടന്നു. ഭീമമായ കോടതി ഫീസുകൾ പിൻവലിക്കുക, ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റ് പ്രതിഷേധ ധർണ നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളർക്കാട് തിപ്പിലിശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും പ്രതിഷേധ ധർണയും നടത്തി. മന്നലാകുന്ന് നിയന്ത്രണം വിട്ട ബൈക്കും മറിഞ്ഞ അപകടം, യുവാവിന് പരിക്കേറ്റു. മൊയ്തീൻപള്ളി സ്വദേശി 18 വയസ്സുള്ള താമരത്ത് കാർത്തികനാണ് പരിക്കേറ്റത്. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിരക്ഷാ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബത്തിന് വിവാഹധന സഹായം വിതരണം ചെയ്തു. എല്ലായിടവും കൃഷിയിടം എല്ലാവരും കർഷകർ എന്ന ശീർഷകത്തിൽ ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് പൊന്നയൂർ കണ്ണഞ്ചിറയിൽ സ്വീകരണം നൽകി. ഏപ്രിൽ 26 നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസ് നടത്തി. കുന്നംകുളം ശ്രീശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. കടങ്ങോട് പാറപ്പുറം ന്യൂ ഫ്രണ്ട്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറപ്പുറം ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. മന്നലാകുന്ന് ബീച്ചിൽ മാലിന്യ ശേഖരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള തീരുമാനം മാറ്റണമെന്ന് പൊന്നയൂർ K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ 10 ഫുട്ബോൾ ടീമുകളെ പങ്കെടുപ്പിച്ച് ഗുരുവായൂർ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കുന്നു. ISL മാതൃകയിലാണ് GSL സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്റ്റേജ് സമർപ്പണവും കലാസാംസ്കാരിക സദസ്സും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.